ഗോദ്രേജ് ആഗ്രോവേർട്ടിന് നിലവിൽ ICICI സെക്യൂരിറ്റീസ് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 980 രൂപയാണ്. നിലവിലെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 710 രൂപയാണ്. ഏകദേശം ഒരു 40% അപ്സൈഡ് പൊട്ടൻഷ്യൽ നിലവിൽ ഇപ്പോൾ ഗോദ്രേജ് ആഗ്രോവേർട്ടിൻ്റെ ഓഹരിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളൊരു വ്യൂ പോയിൻ്റാണ് നിലവിൽ ഇപ്പോൾ ICICI സെക്യൂരിറ്റീസ് പറഞ്ഞിരിക്കുന്നത്. കമ്പനി പരിശോധിക്കുകയാണെങ്കിൽ അക്രോസ് ദ സെഗ്മെൻറ്റുകളിലൊക്കെ തന്നെ ഒരു റിക്കവറി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. കമ്പനിയുടെ മാർജിൻസ് പരിശോധിക്കുകയാണെങ്കിൽ എബിറ്റ മാർജിൻ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നോക്കുകയാണെങ്കിലും ഒക്കെ ഒരു വർധനവുണ്ടാകുന്നു. കൂടാതെ കോസ്റ്റ് വളരെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് ചിലവ് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നിലവിൽ ഗോദ്രേജ് ആഗ്രോവേർട്ടിന് സാധിക്കുന്നുണ്ട്. കൂടാതെ കമ്പനിയുടെ റിയലൈസേഷൻ വർദ്ധിക്കുന്നു എന്നുള്ളതും വോളിയം ഒക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതും നിലവിൽ ഗോദ്രേജ് ആഗ്രോവേർട്ടിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ICICI സെക്യൂരിറ്റീസ് കാണുന്നത്. കൂടാതെ ആസ്റ്റെക് അഥവാ CDMO രീതിയിലുള്ള കമ്പനിയുടെ ഒരു ഉൽപ്പാദനവും ഒക്കെ പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ അഗ്രോ കെമിക്കൽസിനൊക്കെ തന്നെ ഒരു റിക്കവറി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. മുൻ പാദങ്ങളിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു CDMO രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു കമ്പനി ചെറിയ രീതിയിൽ ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇതിപ്പോൾ മികച്ച രീതിയിലേക്ക് മാറി എന്നുള്ളത് കമ്പനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ മോളിക്യൂൾസിൻ്റെയും മറ്റുമൊക്കെ നിർമ്മാണം പരിശോധിക്കുകയാണെങ്കിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു ഗ്ലോബൽ ഡിമാൻഡ് തന്നെ നിലവിൽ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നു. 2026-28 കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും, അതായത് 28ഓട് അടുക്കുമ്പോഴേക്കും തന്നെ ഈ ഒരു മോളിക്യൂൾസ് നിർമ്മാണം ഒക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ളൊരു ഡിമാൻഡിൽ ഒരു കുതിപ്പ് രേഖപ്പെടുത്തും എന്നുകൂടിയാണ് ICICI സെക്യൂരിറ്റീസ് പറയുന്നത്. കൂടാതെ കമ്പനിയുടെ ഏറ്റവും വലിയ വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന നിലവിൽ ആനിമൽ ഫീഡ്സ് നിർമ്മിക്കുന്നതിലൂടെയാണ്. ഏകദേശം 59% വരുമാനമാണ് ഈ ഒരു ഇനത്തിൽ ലഭ്യമാകുന്നത്. ഈ ഒരു മേഖല പരിശോധിക്കുകയാണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള ഒരു ഗ്രോത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് ICICI സെക്യൂരിറ്റീസ് പറയുന്നത്. കൂടാതെ 2026-28 കാലഘട്ടത്തിൽ ഏകദേശം ഒരു 10% ഒരു റവന്യൂ CAGR ഗ്രോത്ത് രേഖപ്പെടുത്താനും കമ്പനിക്ക് സാധിക്കും എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടി ICICI സെക്യൂരിറ്റീസ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നു.